അനാം, നിന്റെ കയ്യില് 1 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കും. അതായത് നിന്റെ ജീവിതത്തിൽ നിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെച്ച ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാണത്. നീ ഒന്ന് ഇമാജിൻ ചെയ്യുക, നിന്റെ കയ്യിലുള്ള ആ സമ്പാദ്യം മറ്റൊരു വ്യക്തി വന്ന് അതിനെ ഫലമായി നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു. എല്ലാ രീതിയിലും നീ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നിനക്കൊരിക്കലും ആ സമ്പാദ്യം നിന്റെ കൈകളിൽ ഒതുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ നിന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ഞാൻ തന്നെ. അതെ, അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ നീ തന്നെയാണ് അല്ലെ? ഇതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഏറ്റവും വലിയ നഷ്ടക്കാരെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗം ആളുകൾ ആരാണെന്ന് നിനക്കറിയോ? ഒരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് കുന്നോളം മലയോളം അമലുകളുമായിട്ട് വരും. എന്നിട്ട് അവരുടെ അമലുകളെല്ലാം മറ്റുള്ള ആളുകൾ കൊണ്ടുപോകും. ഇവരാണത്രേ ഏറ്റവും വലിയ നഷ്ടക്കാര്. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്നറിയോ? നമ്മളെ നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ഗീബത്തോ നമീമത്തോ പറഞ്ഞു നടക്കുമ്പോ നമ്മൾ ചെയ്ത അമലുകളെല്ലാം നാളെ പരലോകത്ത് വെച്ച് മറ്റുള്ള ആളുകൾ കൊണ്ടുപോകും. നാളെ വിചാരണയുടെ സമയത്ത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കില്ല നിന്റെ അടുത്ത വീട്ടിലെ ആളുകൾ എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തൊക്കെ അമലുകൾ ചെയ്തു, എന്തൊക്കെ മോശത്തരങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ അവരുടെ വിഷയത്തിൽ നിന്നെ വിചാരണ ചെയ്യൂല. നിന്നെ വിചാരണ ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? നീ എന്ത് അമലുകൾ ചെയ്തു, നീ എന്ത് കാര്യങ്ങൾ പ്രവർത്തിച്ചു, നിന്റെ ഒഴിവ് സമയം നീ എങ്ങനെ ഉപയോഗിച്ചു, നിന്റെ ധനം നീ എങ്ങനെ ചെലവഴിച്ചു, അങ്ങനെ ഓരോ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും നിന്നോട് ചോദ്യം ചെയ്യും. അവരെന്താണ് പ്രവർത്തിച്ചത് എന്ന് നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നിന്നെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നീയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതുപോലെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ഏഷണി, പരദൂഷണം, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മറ്റുള്ള ആളുകളുടെ ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ മനുഷ്യർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അനാം? അവര് പറയും, ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളല്ല, ഉള്ളതുപോലെ പറയും എന്ന് അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഉള്ളതാണെങ്കിലും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പിന്നെ ഞങ്ങൾ എന്താണ് സംസാരിക്കുക? ഓക്കെ, പറയാം. മറ്റൊരാളുടെ അഭാവത്തില് അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയം നാളെ പിറ്റേന്ന് അവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അവർക്ക് അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ അവരുടെ അഭാവത്തിൽ സംസാരിച്ചോളൂ. യഥാർത്ഥത്തിൽ ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അവൻ കളവ് പറയുന്നവനിൽ പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മള് ദയവ് വിചാരിച്ച്, നമുക്കാകെ കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളൂ, 60, 70, 80 വർഷം, ചിലപ്പോൾ നാളെ ആവാം, ചിലപ്പോൾ പെട്ടെന്നാവാം, ചിലപ്പോൾ കുറച്ച് ആയുസ് കിട്ടിയേക്കാം. എന്നിരുന്നാലും ശരി, നമ്മളുടെ ആയുസിൽ നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന ഒന്നിനെ മറ്റുള്ള ആളുകൾക്ക് കൊണ്ടുകൊടുക്കരുത്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കുറ്റം പറയാരെയാണ്? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെ? എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാള് തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഇല്ലാത്തത് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അവരെ കൂടുതൽ കുറ്റക്കാരാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അല്ലേ? അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ? നമ്മൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാൾക്കാണ് നമ്മൾ ചെയ്തു വെച്ച മുഴുവൻ അമലും കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ നന്മയുടെ പ്രതിഫലവും മറ്റുള്ള ആളുകൾ നാളെ പരലോകത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് നമ്മൾ ഏറ്റവും വെറുക്കുന്ന ആളുകളാണ്. നമ്മളുടെ തഹജ്ജുദ് നിസ്കാരം, നമ്മുടെ നിസ്കാരങ്ങള്, നമ്മുടെ ദിക്റുകള്, നമ്മളുടെ ഓരോ നന്മയും, നമ്മൾ സ്വതക്ക ചെയ്തത്, ഇതെല്ലാം മറ്റുള്ള ആളുകൾ കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റവും വെറുത്തൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരായി പോയി. നമ്മുടെ ശത്രുവിനാണല്ലോ നമ്മുടെ മുഴുവൻ അമലും കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല. ഉള്ളതും പറയരുത്, ഇല്ലാത്തതും പറയരുത്. അതായത് തന്റെ സഹോദരന് അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റൊരാളോട് പറയുന്നത് നമുക്ക് നിഷിദ്ധമായ കാര്യമാണ്. അത് ഉള്ളതാണെങ്കിലും ശരി. ഓക്കെ, മുൻകഴിഞ്ഞ മഹാന്മാരായിട്ടുള്ള ആളുകള്, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്ലെടുത്ത് വായയിലിടുമായിരുന്നു അത്രേ. എന്തിനാണെന്നറിയോ? അനാവശ്യമായി ഞാൻ ഒരു വാക്കെങ്കിലും പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട്.
യഥാർത്ഥത്തിൽ സ്വർഗം ഉറപ്പ് നൽകിയ, വാഗ്ദാനം നൽകിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലും ഇത്രയധികം സൂക്ഷ്മത പാലിച്ചൊരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്രയധികം സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ മറ്റൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കേ വേണ്ട. ചില ആളുകളൊക്കെ കുറ്റം പറയാനായിട്ട് നമ്മൾ വീട്ടുകളിലേക്ക് വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ സദസ്സിലും ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള ചർച്ചകൾ വരികയാണെങ്കിൽ ദയവ് വിചാരിച്ച് നിങ്ങൾ അത് പറയാതിരിക്കൂ എന്ന് നമ്മൾ അവരെ ഉപദേശിക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക. ഓക്കെ, അപ്പൊ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അല്ലാഹു അല്ലാഹു